മോദി സാർ പ്രതിപക്ഷം ആരോപിക്കുന്ന ഒരു കുറ്റാരോപണം ഏതാണെന്ന് വെച്ചാൽ മത്സരത്തിനുള്ള ഒരു തുല്യതയില്ലെന്ന്. ഒരാൾ ജയിലിലുണ്ട്, ഒരാൾ ബെയിലിലാണ്. എങ്ങനെയാണ് ഇത് നടക്കുന്നത്? അതായത് എല്ലാവർക്കും ഈക്വലായിട്ട് ചാൻസ് ഇല്ലെന്ന് പറയുന്നവര്, അതായത് നോക്കുവാണെങ്കിൽ കളിക്കാൻ അറിയാത്തവൻ അംഗീകാരവും സ്റ്റേജും കിട്ടുമെന്ന് ചൊല്ലില്ലേ ഒന്ന്? സ്റ്റേജിലെ ഈ ചാൻസ് കിട്ടുന്നവരെ നൃത്തം ചെയ്യാൻ അറിയാത്തവന് സ്റ്റേജ് ശരിയല്ലെന്ന് കണ്ട പറയുന്നത്. ഒരു ചൊല്ലുണ്ട്. ഇപ്പൊ തോറ്റുപോകുന്നുള്ള കാര്യം മനസ്സിലാക്കി. അതുകൊണ്ട് ഇപ്പൊ ആദ്യത്തെ പരിപാടി എന്താന്ന് വെച്ചാ, വിജയിച്ചത് നമ്മളാന്ന് നേരത്തെ പറയുന്നത്. അടുത്തതായിട്ട് EVM-നെ കുറ്റം പറയണം. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുമല്ലോ, മൂന്നാമത്തെ ഘട്ട തെരഞ്ഞെടുപ്പിന് ശേഷം EVM വ്യവഹാരം നേരത്തെ മുന്നോട്ട് വന്ന്. അതിനു മുന്നേ ഇത് കൂട്ട് പ്രശ്നങ്ങൾ, ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ എവിടെയായിരുന്നു? തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഓരോ ആഴ്ചയും സുപ്രീം കോർട്ടില് പുതിയ കാര്യങ്ങൾ വരുന്നുണ്ട്. ഇതൊക്കെ പ്ലാൻ ചെയ്ത പരിപാടികളായിട്ട് തന്നെയാണ് നടക്കുന്നതും. ഇന്ത്യ ജനകീയ കാര്യങ്ങൾക്ക് ലോക അളവിന് കിട്ടുന്ന മര്യാദ ഇല്ലാണ്ടാക്കാൻ നോക്കുക. സത്യം പറയണമെങ്കിൽ ഇന്ത്യ ജനകീയം അങ്ങോട്ട് മുന്നോട്ട് നോക്കി പോകുന്നതല്ലേ. ഇന്ത്യയിലെ ഓരോ വോട്ടേഴ്സും നല്ല ബ്രില്യൻ്റ് ആണ്. ഇന്ത്യയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൻ്റെ കാര്യങ്ങളൊക്കെ ഓപ്പണായിട്ടാണ് ഉള്ളത്. ഇതെല്ലാത്തിനും ഒരു സംശയം ഉണ്ടാക്കണമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോഴാണ് ഈ ലോകം മുഴുവനും ഇതൊരു ചെറിയ കാര്യമല്ല, ഇത് വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യമാണ്. ഇന്ത്യയെ സ്നേഹിക്കുന്ന എല്ലാവരും ഈ ആപത്ത് എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കണം. ഇത് വെറും EVM-നെ കുറിച്ച് മാത്രമുള്ള കാര്യമല്ല. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് വേണ്ടിയുള്ള കാര്യം EVM-ലോട്ട് ഇടുന്നതാണ്. ഇന്ത്യ ജനകീയ ഓരോ കാര്യങ്ങളും ലോകം മുഴുവനും സംശയപ്പെടണമെന്നുള്ളതാണ് അവരുടെ ഉദ്ദേശമായിട്ടിരിക്കുന്നത്. ഇന്ത്യയുടെ മര്യാദ കുറയണം, ലോക അളവിന് നാണം കെടണം, അതാണ് ഇവരുടെ കളി. അതിൽ മോദി ജയിച്ചാൽ, ഇപ്പൊ ലോകത്ത് ജനങ്ങളായി തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റ്, ശരിക്കും ജനകീയമായിട്ടുള്ള രാഷ്ട്രീയം എത്രയുണ്ടോ, ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ലോക രാഷ്ട്രീയത്തിന്റെ ഒരു മൂത്ത നേതാവായിരിക്കും. ജനകീയ നാടുകളിലെ ഓരോ സ്ഥലത്തും മൂത്ത നേതാവായിരിക്കും. അതിനുള്ള കണക്ക് ഇപ്പം തന്നെ ഇവരൊക്കെ ഇടാൻ തുടങ്ങിയിട്ടുണ്ട്. അതിന് ഓരോ ആൾക്കാരുണ്ടല്ലോ, ഇങ്ങനെ സംഭവിച്ചാൽ അത് മാറും, ഇങ്ങനെ സംഭവിച്ചാൽ ഇത് മാറുമെന്ന്. ആ ഒരു പേടിയിലാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അതുകൊണ്ട് ബാധകമാവുന്നതൊക്കെ ഈ നാടാണ്. പക്ഷേ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യങ്ങളെയും കുറ്റം പറയുകയാണ്. നമ്മുടെ നാടിൻ്റെ തെരഞ്ഞെടുപ്പിലെ റൂൾസ് വെച്ച് ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്ന സ്ഥാനത്ത് തെരഞ്ഞെടുപ്പിന് നിൽക്കുന്ന സ്ഥാനാർത്ഥി മരിച്ചുപോയാൽ ആ തെരഞ്ഞെടുപ്പൊന്ന് മാറ്റിവെച്ചേക്കും. മനസ്സിലായോ? ഒരുപക്ഷെ പാർലമെന്റ്, അതായത് സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്ന ആള് മരിച്ചുപോയെങ്കിൽ ആ സ്ഥാനത്തെ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയുള്ള വാക്കുകൾ മാറ്റിവെക്കും. മറ്റൊരു ഡേറ്റിലായിരിക്കും തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. ആരേലും ഒന്ന് പറയണം. രാജീവ് ഗാന്ധി എന്ന് പറയപ്പെടുന്ന ആള് പാർലമെന്റിന്റെ ഒരു സ്ഥാനാർത്ഥിയായിരുന്നു. അദ്ദേഹം ഒരു തീവ്രവാദ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. അദ്ദേഹത്തിന്റെ സീറ്റ് ക്യാൻസൽ ചെയ്തിരിക്കണം, തെരഞ്ഞെടുപ്പ് മാറ്റിയിരിക്കണമല്ലോ. പക്ഷേ അന്നത്തെ തെരഞ്ഞെടുപ്പിന്റെ റൂൾസും ഈ നാടുനീള തെരഞ്ഞെടുപ്പിന്റെ കാര്യങ്ങളും നിർത്തിയത്. ഒരു ലോജിക്കും ഇല്ല അതില്. വെറുതെ ഒരു 21-22 ദിവസത്തെ അവകാശം കൊടുത്ത് അദ്ദേഹത്തിന്റെ അസ്ഥി എടുത്തോണ്ട് നാടുനീളെയുള്ള സഞ്ചാരവും നടന്ന് അതിനുശേഷം തെരഞ്ഞെടുപ്പ് നടത്തിയത്. അപ്പൊ അതിനെന്ത് ചാൻസാ ഉണ്ടായിരുന്നത്? ആ തെരഞ്ഞെടുപ്പ് സ്ഥാനത്തിരുന്നവർ തന്നെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി പിന്നീട് അദ്വാനിക്കെതിരെ തെരഞ്ഞെടുപ്പിന് വേണ്ടി നിന്ന്. നിങ്ങളാണോ തെരഞ്ഞെടുപ്പിന്റെ മര്യാദയെക്കുറിച്ച് സംസാരിക്കുന്നത്? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇപ്പൊ നിയമപ്രകാരം നടക്കുന്ന കാര്യങ്ങൾ പോലും അവർക്ക് ഒരു പ്രോപ്പറായിട്ടുള്ള കാര്യമായിട്ട് അറിയത്തില്ല. ഇതൊക്കെ സാധാരണ. കാരണം ഇത്രയും ദിവസം വരെ അതിനുള്ള എല്ലാ ബെനിഫിറ്റ്സും അനുഭവിച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത്. എന്റെ പാർട്ടിയുടെ നേതാവ് ലോകത്തിലും വെച്ച് ഏറ്റവും വലിയൊരു രാഷ്ട്രീയ പാർട്ടി, ഈ നാട്ടിൽ എത്ര വലിയ ഓപ്പോസിറ്റ് പാർട്ടിയുടെ നേതാവായാലും, ജനുവരി 26 ഓഗസ്റ്റ് 15 എന്റെ പാർട്ടിയുടെ അന്നത്തെ നേതാവിന് 7-മത്തെയോ 8-മത്തെയോ റോയിലായിരിക്കും സ്ഥാനം. ആ പാർട്ടിയുടെ നേതാവിന്, ഈ നാടിന്റെ ഈക്കോസിസ്റ്റമിന് ഇതൊന്നും ശ്രദ്ധിക്കാൻ പോലും സമയമില്ല. രാജ്നാഥ് അദ്ദേഹമായിരുന്നു നേതാവ്. ഞാൻ കണ്ടതാ 15-നുള്ളിൽ അവരുടെ ഒരു MP പാർട്ടിയുടെ നേതാവ് പോലും അല്ല. അദ്ദേഹത്തിന് 4-മത്തെയോ 5-മത്തെയോ റോയിൽ സീറ്റ് ഉണ്ടായിരുന്നു. നാട് നീളെ ഫുള്ള് പ്രഷറായിപ്പോയി. നാണം കെടുത്തി എന്നാ പറഞ്ഞേ. എത്രത്തോളം നിങ്ങൾ അവരെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് മനസ്സിലായോ? ആർക്കാ നിങ്ങൾ ഇങ്ങനത്തെ സപ്പോർട്ട് അടിക്കുന്നത്? അങ്ങനെയുള്ളവരോടാ എന്റെ ചോദ്യം. ഇതാണോ ജനകീയം? ഇതാണോ സമത്വം? സത്യം പറയുമ്പോ
നിങ്ങൾക്ക് എല്ലാവർക്കും കഷ്ടമാണ്. അവിടെയും സത്യം പറയുന്നതിന് ശിക്ഷ അനുഭവിക്കണമെങ്കിൽ ആ ശിക്ഷയ്ക്ക് വേണ്ടി മോദി എന്നും തയ്യാറ് തന്നെയാണ്. അതായത് ഇലക്ഷന് മുൻപ് 2 മുഖ്യമന്ത്രിമാരെ ജയിലിൽ അടച്ചതായി അവർ കുറ്റം ആരോപിക്കുന്നു. ആരേലും പിടിച്ച് വെറുതെ ജയിലിലിടാൻ പറ്റുമോ? ഒന്ന് നിങ്ങൾ തന്നെ പറയണം. നിങ്ങൾ ആ പൈസ കെട്ടുകൾ അവിടെ കണ്ടോ ഇല്ലയോ? അത്രയും പൈസ കെട്ടുകൾ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് എന്താ തോന്നിയത്? അതൊക്കെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയാണോ? പറയണം. പണം മല പോലെയാ കുവിഞ്ഞു കിടക്കുന്നത്. അത്രയും പണം കിട്ടിയതിന് ശേഷം ഈ ഗവൺമെന്റ് ഒന്നും ചെയ്തില്ലെങ്കിൽ അതിന്റെ പിന്നിൽ എന്തോ പ്രശ്നമുണ്ടെന്നല്ലേ പറയത്തുള്ളൂ. അങ്ങനെയല്ലേ നിങ്ങൾ പറയുന്നത്? നിങ്ങൾ ഡൽഹിയിലുള്ള പിള്ളേരുടെയൊക്കെ ജീവിതമാ നശിപ്പിക്കുന്നത്. ഓരോ സ്കൂളിന്റെ അടുത്ത് നിങ്ങൾ വൈൻ ഷാപ്പാണ് തുറക്കുന്നത്, അതും കറപ്ഷൻ നടത്താൻ വേണ്ടി മാത്രം. അതിനുശേഷം നിയമത്തിനനുസരിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും അറിയണമെങ്കിൽ ജാർഖണ്ഡിലെ ചീഫ് മിനിസ്റ്ററെ കുറിച്ച് ഹൈക്കോർട്ടിൽ എന്താ പറഞ്ഞതെന്നൊന്ന് അന്വേഷിക്കണം. ഡൽഹിയിലുള്ള മിനിസ്റ്ററെ കുറിച്ച് 2 ദിവസത്തിന് മുമ്പ് ഹൈക്കോർട്ടിൽ എന്താ പറഞ്ഞിരുന്നത്? ഉത്തരവ് പറയുന്ന നീതി വിടുവാ, അല്ലാണ്ട് ഞങ്ങളൊന്നുമല്ല. ഞങ്ങളെ കൊണ്ട് ആരെയും ജയിലിലോട്ട് അയക്കാനും പറ്റില്ല, വെറുതെ ആരെയും കൊണ്ടൊന്ന് ജയിലിൽ ഇടാനും പറ്റത്തില്ല. അത് നീതി വിടവാ തീരുമാനിക്കേണ്ടത്. ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാൽ, റെയിൽവേ ടിക്കറ്റ് പരിശോധിക്കുന്ന ആൾക്ക് ശമ്പളം കൊടുക്കുവാണെങ്കിൽ അദ്ദേഹത്തിന്റെ ജോലി ആ ടിക്കറ്റ് ചെക്ക് ചെയ്യുന്നത്, ടിക്കറ്റ് എടുക്കാത്തവർക്ക് ഫൈൻ ചെയ്യുന്നതും അതാണ് അവരുടെ പണിയും. നിങ്ങൾ പണിയെടുക്കുന്നവരെ അഭിനന്ദിക്കുവോ ഇല്ലയോ? ഒരു സ്ഥലത്ത് 1500 കോടിയോളം ഉള്ള ഹെറോയിൻ അവിടെ പിടിക്കപ്പെട്ടു എന്ന് വെക്കണം. അത് പിടിച്ച ആ ഓഫീസറെ നിങ്ങൾ അഭിനന്ദിക്കുവോ ഇല്ലയോ? ഒരു ഗ്രാമത്തിൽ വലിയ കളവ് പോയെന്ന് വെച്ചോളൂ. ഒരു പോലീസ് ഓഫീസർ ധൈര്യമായിട്ട് ആ കള്ളനെയും പിടിച്ചു. നാട്ടിലെ ജനങ്ങളെല്ലാവരും അദ്ദേഹത്തിനെ അഭിനന്ദിക്കുവോ അതോ ഇല്ലയോ? ED 22,000 കോടി രൂപയാണ് പരിമുതൽ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ നാട് തന്നെ ED അഭിനന്ദിക്കണ്ടേ? എന്തിനാ ഇത്രയും ദേഷ്യപ്പെടുന്നത്? അപ്പൊ 22,000 കോടിയും നിങ്ങളുടേതാണോ? ഇവിടെ ഉള്ള ആർക്കെങ്കിലും പ്രയാസമുണ്ടോ? അത്രയും പൈസ പോയതിൽ എന്തെങ്കിലും വിഷമം ഉണ്ടോ എന്ന് പറയണം. നിങ്ങളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും വേദന ഉണ്ടോ എന്ന് പറ. ആർക്കാണോ വേദന അവർ കരയാൻ പോകുന്നു. അതുകൊണ്ടാ കരയുന്നത്. എന്ന് വെച്ചാൽ 22,000 കോടിയിൽ അവർക്കും ഒരു പങ്കുണ്ട്. അവരുടെ 10 വർഷത്തെ ഭരണസമയത്ത് 34 ലക്ഷം പരിമുതൽ ചെയ്തെടുത്തു. അതായത് ഒരു സ്കൂൾ കുഞ്ഞ് ബാഗിലെടുത്തോണ്ട് പോകുന്നതിന്റെ അത്രയും. പക്ഷെ ഞങ്ങൾ 22,000 കോടിയാ പിടിച്ചത്. ഏകദേശം 70 ടെമ്പോ വേണം. 70 ആ പൈസയൊക്കെ ഫില്ല് ചെയ്ത് വെക്കാനായിട്ട്. ED അവരുടെ പണിയൊക്കെ ചെയ്യുന്നു. അപ്പൊ ഞാനിവിടെ പ്രധാനമന്ത്രിയായിട്ട് 2014 തെരഞ്ഞെടുപ്പില് ഇതൊരു വലിയ കാര്യമായിട്ട് പറഞ്ഞാൽ ഞാൻ തെരഞ്ഞെടുപ്പിൽ നിന്നത്. ഈ പണി ചെയ്തു തീർക്കാനാ ജനങ്ങൾ എന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു. മോദി സാർ, ഇതിനു മുൻപ് ഇങ്ങനെ സംഭവിച്ചിട്ടില്ല. ഇതെല്ലാം താങ്കളാണ് തുടങ്ങി വെച്ചിരിക്കുന്നത്. രാഷ്ട്രീയക്കാരെ ആരും അങ്ങനെ തൊടാറില്ല. എന്ത് ചെയ്താലും രക്ഷപ്പെടാമെന്ന തോന്നലുള്ളത് കൊണ്ടാണ് രാഷ്ട്രീയത്തിലേക്ക് നാട്ടിലെ ജനങ്ങൾ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ ചെറിയ ചെറിയ ആളുകളെ മാത്രമാണ് പിടിച്ച് ഈ ജയിലിൽ ഇടുന്നത്. വലിയ വലിയ ആളുകളൊക്കെ രക്ഷപ്പെടുവാന്നത്രേ. ഇനി ഈ നാട്ടിൽ നടക്കത്തില്ല. എന്നെക്കുറിച്ച് ആരെങ്കിലും 4 നല്ല വാക്ക് എഴുതണമെന്നുള്ളൊരു കാരണം കൊണ്ട് ഞാൻ ഈ ഭരണമൊന്നും നടത്തുന്നില്ല. TV-യിൽ മുഖം വരാനായിട്ടൊന്നും ഞാനിവിടെ ഭരണം നടത്തിക്കൊണ്ടിരിക്കുവല്ല. എന്റെ നാട്ടിലെ ജനങ്ങളുടെ ജീവിതം നന്നായിരിക്കണം, എന്റെ നാടിന്ന് കറപ്ഷൻ ഇല്ലാണ്ടാകണം. അതുകൊണ്ടാണ് ഞാൻ ഭരിക്കുന്നത്. ചുമ്മാ മാലയണിഞ്ഞ് ചുറ്റാനായിട്ടല്ല ഞാനിങ്ങോട്ട് വന്നത്. താങ്കളുടെ സർക്കാരിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ഒരു ചെറിയ വീഡിയോ എന്റെ പക്കലുണ്ട്. അതിൽ പ്രായമുള്ള സ്ത്രീകൾ ധാരാളമുണ്ട്. രാജ്യത്തിന്റെ പല സ്ഥലങ്ങളിൽ നിന്നാണ് അവർ താങ്കളെക്കുറിച്ച് അഭിപ്രായങ്ങൾ പറയുന്നത്. അത് സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. അതിപ്പോൾ ഞാൻ കാണിക്കാൻ പോവുകയാണ്. നമുക്കിപ്പോൾ അത് കാണാം. मोदी जी पसंद है? अरे लीजिए, वो कहे वाली बात है। सबसे बेस्ट काम कर रहा है, सबसे उन्नति हो रहा है देश का। मोदी अच्छा नहीं का और कौन अच्छा है? इतना पार्टी आया, इतना गया, कोई देश का भलाई किया? वो जब तक रहेंगे तब तक देश चलाएंगे। पैर दिया, अच्छा, लैट्रिन दी, पानी दिया, पेंशन दी, वोट देता है मेरे को। अच्छा, वोट तो दोगे? वोट देंगे जरूर, ब्लॉक में देंगे। अच्छा। कुछ ना मिला। अरे हम कहिए नहीं कि योगी मोदी के लिए काम ऊपर खाना हम देखा दूसरे के वोट कहीं के नहीं, हमें खाएगा देना, पैसा देना। सच्चो? कब का झूठा? घर हमारा बना दिया, अच्छा, शौचालय हमारे बना दिए, 500 रुपये पेंशन आ हमारे। और क्या भाई, माता मोदी है, मोदी रहेगा जब तक मेरी जिंदगी। और क्या
ऐसी सरकार तो आई नहीं जैसी सरकार है भाई। ആദ്യം ആ സ്ത്രീകൾക്കൊക്കെ ഞാൻ ഒരുപാട് നന്ദി പറയുന്നു ഇവിടെ. അവർ അത്രയും നല്ല മനസ്സായിട്ട് എന്നെ ആശീർവദിക്കുന്നതൊക്കെ. പക്ഷേ മീഡിയയിലുള്ളവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. വലിയ വലിയ നേതാവ് പോലും ഇത്രത്തോളം ഡിഫിക്കൽട്ടായിട്ടൊന്നും അങ്ങനെ സംസാരിക്കത്തില്ല. പക്ഷേ അത് അനുഭവിച്ച ഒരാൾ സംസാരിക്കുമ്പോൾ അത്രത്തോളം ഉണ്ടാവും. അതായത് അവർ പറയുന്നത് സത്യവാ, വെറും വാക്കിൻ്റെ അലങ്കാരമല്ല, അത് മനസ്സിൽ നിന്ന് വന്ന ആശീർവാദമായിട്ടേ ഞാൻ പറയുള്ളൂ. അത് തന്നെയാണ് എൻ്റെ ബലവും. ഞങ്ങളുടെ ഗവൺമെന്റിന് ഒരു ബലമുണ്ടെങ്കിൽ അത് ഇത് തന്നെയാ, ലാസ്റ്റ് മൈൽ ഡെലിവറി. അവസരങ്ങൾ എപ്പോഴും അവസാനത്തെ ജനം വരെ വന്ന് ചേർന്നേ പറ്റൂ. അതെനിക്ക് ഒരുപാട് ഹാപ്പിയാണ്. ഇത് കേൾക്കുന്ന സമയത്ത് ഈ പണി ഇന്ന് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് ഹാപ്പിയാണ്. അതുകൊണ്ടാണ് ആ അമ്മമാര് എന്നെ ആശീർവദിക്കുന്നതും അതുകൊണ്ട് അവർ ഇത്രത്തോളം കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നതും. ചന്ദ്രായൻ പോകണമെങ്കിലും ഇത്രത്തോളം കഷ്ടപ്പാട് അതിലുമുണ്ട്. മുഴുവൻ വളർച്ച തന്നെയാണ് എൻ്റെ നോക്കവും. അതിന് ഞാൻ എന്തായാലും ശ്രമിക്കും. അമ്മമാരുടെയും സ്ത്രീകളുടെയും ആശീർവാദം എനിക്ക് എപ്പോഴും ലഭിക്കുന്നുണ്ട്. അതെൻ്റെ ഒരു ഭാഗ്യം തന്നെ. മോദി സർ, ജനങ്ങൾക്ക് പണം നേരിട്ട് അവരുടെ കൈകളിൽ എത്തുകയാണെങ്കിൽ അത് ഡിജിറ്റൽ രീതി ആയതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. എസ് ജയശങ്കർ ഈ പ്രോഗ്രാമിന് വന്നിരുന്നു. അദ്ദേഹം രസകരമായ ഒരു കാര്യം പറഞ്ഞു. അതായത് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് കാണിക്കേണ്ട ഒരു സന്ദർഭത്തിൽ അദ്ദേഹം മകനെ കാണാൻ വേണ്ടി അമേരിക്കയിലേക്ക് പോയി. റെസ്റ്റോറൻറ്റിൽ ഇരിക്കുമ്പോൾ അദ്ദേഹം മൊബൈൽ ഫോണിൽ അത് കാണിച്ചു. പക്ഷേ അദ്ദേഹത്തിൻ്റെ മകൻ പോക്കറ്റിൽ നിന്ന് ഒരു പേപ്പറാണ് എടുത്ത് കാണിച്ചത്. അപ്പോഴാണ് ഇത് ഇന്ത്യ, ഇത് അമേരിക്ക എന്ന് അവർക്ക് തോന്നിയതെന്ന്. ഇത് കേൾക്കുന്ന സമയത്ത് എനിക്ക് ഒരുപാട് ഹാപ്പിയാണ് സത്യത്തിൽ. പക്ഷേ പാർലമെന്റില്, നാടിൻ്റെ സുപ്രീം കോർട്ടില് നല്ല റെസ്പെക്റ്റ് ഉള്ള ഒരാള്, ഒരു കാലത്ത് നാടിൻ്റെ ഫൈനാൻസ് മിനിസ്റ്ററായിട്ട് ഇരുന്ന അദ്ദേഹം പാർലമെന്റിൽ വന്ന് നിന്ന് ഇക്കാലത്ത് എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഈ നാട്ടിൽ മൊബൈലിനെ കുറിച്ച് ആർക്കെന്തറിയാം, ഇന്റർനെറ്റിനെ കുറിച്ച് ആർക്കെന്തറിയാം, ഈ ഫിൻടെക് ഒക്കെ എന്തിനാണ് അദ്ദേഹം ചോദിച്ചത്. ഇതൊത്തിരി പഴയ കാര്യമൊന്നുമല്ല, കുറച്ച് വർഷത്തിന് മുമ്പ് സംഭവിച്ച കാര്യമാണ് ഞാൻ പറയുന്നത്. പക്ഷേ മറ്റൊരു ഭാഗത്ത് നമ്മുടെ നാട് ഡിജിറ്റൽ ഇന്ത്യ ആയിട്ട് മാറി. G20 നാടുകളുടെ കൂട്ടത്തിൽ ഞാൻ കണ്ടതാ. ഓരോ നാടുകളും അത് കേട്ട് മാറിയതാ. ഇത്രയും വലിയ മാറ്റം എങ്ങനെയാ വന്നതെന്നാ അവർ ചോദിച്ചത്. ഇപ്പോഴും പുറം നാടുകളിൽ നിന്ന് ഓരോ ദിവസവും വിരുന്നാളികൾ വന്നാൽ നമ്മുടെ എംബസി തെരുവിലുള്ള കച്ചവടക്കാരനടുത്ത് വിളിച്ചുകൊണ്ട് പോയി കാണിക്കും, ഇദ്ദേഹവും ഓൺലൈനിൽ പൈസ മേടിക്കുവാന്ന് കാണിക്കും, ഓൺലൈനിൽ മേടിക്കുവാന്ന്. മൊഴി അറിഞ്ഞില്ലേലും സാരമില്ല. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടില് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വിജയിച്ചിരിക്കുന്നത്. കോവിഡിൻ്റെ കാലത്തിൽ ഒരുപാട് പണമുള്ള നാട് പോലും അവരുടെ ജനങ്ങൾക്ക് പൈസ കൊടുക്കാനായിട്ട് തീരുമാനിച്ചു. പക്ഷെ കൊടുക്കാൻ കഴിഞ്ഞില്ല. അതിനായിട്ടുള്ള കാര്യങ്ങളൊന്നും അവരുടെ അടുത്തില്ലായിരുന്നു. ഇന്ന് ഞാൻ കർഷകർക്കൊക്കെ വിധി അയക്കുന്ന സമയത്ത് 2000 രൂപ വർഷത്തിൽ 3 പ്രാവശ്യം, എനിക്ക് 30 സെക്കൻഡേ ആവുള്ളൂ. 11 കോടി കണക്കിൽ പോയി പണം ചേരാനായിട്ട് വെറും 30 സെക്കൻഡ്. ഞങ്ങള് ടെക്നോളജിയൊക്കെ കറപ്ഷനെതിരായിട്ടുള്ള ആയുധമായിട്ടാണ് പ്രയോഗിക്കുന്നത്. ഒരു ഭാഗത്തെ ഏജൻസി അവരുടെ പണികൾ ചെയ്യുന്നുണ്ട്, മറ്റേ സമയത്ത് ഞാൻ ടെക്നോളജി മൂലം പല കാര്യങ്ങളും കൊണ്ടുവരികയാണ്. ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ മൂലം ഞങ്ങൾ വെറുതെ 35-38 ലക്ഷം കോടി ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. രാജീവ് ഗാന്ധി ഒരു വട്ടം പറഞ്ഞു, ഡൽഹിയിൽ നിന്ന് 1 രൂപ വന്നാൽ 15 പൈസയെ ജനങ്ങൾക്ക് പോയി ചേരുന്നുള്ളൂ എന്ന്. അപ്പോ ആ 85 പൈസയും ഏത് കൈകളാ എടുത്തതെന്ന് ചോദിക്കണ്ടേ? കാരണം അന്ന് പഞ്ചായത്ത് തൊട്ട് പാർലമെന്റ് വരെ അവരുടെ ഭരണമായിരുന്നു ഉണ്ടായിരുന്നേ. ഇപ്പൊ ആ കൈകളിൽ ചൂലുകൊണ്ട്. ഇതിനു മുന്നേ 85 പൈസയോളം പോയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ 95 പൈസ വെച്ച് പോയിട്ടുണ്ടാവും. കാരണം അതിന് ഏറ്റവും പോലെ എല്ലാം എളുപ്പമായല്ലോ. അതുകൊണ്ടാണ് നിങ്ങൾ നോക്കുവാണെങ്കിൽ ആ ഒരു കണക്ക് വെച്ച് നോക്കുമ്പോൾ 38 ലക്ഷം കോടി രൂപ അക്കാലത്തെ രീതിക്ക് പോയിരുന്നാൽ ഏകദേശം 28 ലക്ഷം കോടി രൂപ ആരേലും ഒരാൾ എന്തായാലും എടുത്തിട്ടുണ്ടാവും. പക്ഷെ ഇന്ന് ഈ പൈസ നേരിട്ടാ പോകുന്നത്, അവരുടെ ബാങ്കിലെ കണക്കിലോട്ടാ പോകുന്നത്. ആ മനസ്സുകൊണ്ട് വന്ന ശബ്ദങ്ങളാണത്. അതുകൊണ്ട് അത്രയും നല്ല രീതിക്ക് അവർ നമ്മളെ ആശീർവദിക്കുന്നതും. ഇപ്പം അവർക്ക് തോന്നുന്നുണ്ട് ഡൽഹിയിൽ അവരുടെ മകൻ ഇരിപ്പുണ്ടെന്നുള്ളത്.
അതിന്റെ വെളിപാടാണതൊക്കെ. അതായത് ഇതിനു മുൻപ് സർക്കാരുകൾ ഉണ്ടായിരുന്നു, ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു, സിസ്റ്റവും ഇതുതന്നെയായിരുന്നു. അങ്ങനെയുള്ള സമയത്ത് താങ്കൾ എന്താണ് മാറ്റിയത്? പണം നേരിട്ട് കൈകളിലെത്തുന്നു, ആ പ്രായമുള്ള സ്ത്രീകളും അതാണ് പറയുന്നത്. ആദ്യം പ്രധാനപ്പെട്ട കാര്യം എന്താന്ന് വെച്ചാൽ നമ്മുടെ നാട്ടില് ഇപ്പ വരെ പ്രധാനമന്ത്രിയായിട്ടിരുന്നവര് ഏകദേശം നിങ്ങൾ നോക്കുവാണെങ്കിൽ കേന്ദ്ര രാഷ്ട്രീയത്തിലായിരുന്നു അവർ മാക്സിമം ഉണ്ടായിരുന്നത്. കേന്ദ്രത്തിൽ പണിയെടുത്ത് വന്ന പ്രധാനമന്ത്രികൾ വളരെ കുറവാ. അങ്ങനെ വന്നവർക്കും അധികം കാലം ഒന്നും ചാൻസ് കിട്ടിയിട്ടുമില്ല. ഒരു വിധത്തിൽ ഞാൻ തന്നെ ആദ്യത്തെ പ്രധാനമന്ത്രി. നീണ്ടകാലം അനുഭവത്തിലൊക്കെ ഇരുന്ന് എന്റെ സ്ഥാനത്ത് അധികകാലം ഇരുന്നിട്ടുള്ള പ്രധാനമന്ത്രി ഞാനാ. ഒരു വളർച്ചയടഞ്ഞ ഒരു സ്ഥാനത്ത് ഒരുപാട് കാലത്തെ ചീഫ് മിനിസ്റ്ററായിട്ട് ഇരുന്നിട്ട് വന്നതാ ഞാൻ. അതും സാധാരണ ചീഫ് മിനിസ്റ്ററായിട്ടല്ല, പണിയെടുക്കുന്ന ചീഫ് മിനിസ്റ്ററായിട്ട്. വെറും ഫയൽ മാത്രം കാണുന്ന ആളല്ലായിരുന്നു. മാറ്റങ്ങൾ മാത്രം ലക്ഷ്യമായിട്ട് കരുതി പണിയെടുത്ത ഒരാള്. ആ അനുഭവം എന്റെ കയ്യിലുണ്ടായിരുന്നു. ആ ഒരു അനുഭവത്തിൽ ഞാൻ ഒരു ചെറിയ കാര്യം ചെയ്തു. ഞാൻ ആദ്യമായിട്ട് ആ പ്രസിഡന്റിന് മുന്നിൽ ഇതൊക്കെ പറയുന്നതെന്ന് തോന്നുന്നു. അതായത് തെളിച്ചു പറയണമെങ്കിൽ അതിന് ഇല്ലില്ല, സമയം അതുകൊണ്ട് എടുക്കും. പ്രശ്നമുണ്ടോ? കുഴപ്പമൊന്നുമില്ല. ജനങ്ങൾക്ക് ബോറടിക്കാൻ പാടില്ലല്ലോ. ഇല്ലില്ല, അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ നിങ്ങൾ തന്നെ കേട്ട് പറയൂ, കേട്ട് നിങ്ങൾക്ക് നോക്ക്. ബോറടിക്കുമോ? ഞാൻ എൻ്റെ 2 അനുഭവങ്ങളെക്കുറിച്ചാണ് പറയാൻ ആഗ്രഹിച്ചത്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ എങ്ങനെ സംഭവിക്കുന്നത്, അതൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് എല്ലാവർക്കും തെളിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഞാൻ പെട്ടെന്ന് പ്രതീക്ഷിക്കാത്ത രീതിക്കായിരുന്നു ചീഫ് മിനിസ്റ്ററായ ഒക്ടോബർ 7 തീയതി 2001. അതിനു മുമ്പ് MLA പോലും അല്ലായിരുന്നു. പോലീസ് സ്റ്റേഷനിൽ കാല് വെച്ചിട്ട് പോലും ഇല്ല ഞാൻ. ഈ ഗവൺമെൻറ് നടത്തേണ്ട ഒരു അനുഭവം പോലും ഇല്ലായിരുന്നു. അതുതന്നെ എൻ്റെ ജീവിതത്തിലെ സത്യവും. പെട്ടെന്ന് ഞാൻ ചീഫ് മിനിസ്റ്ററായി. അപ്പം അവിടെ ഒരു ഭൂകമ്പം ഉണ്ടായി. അത് സംഭവിച്ച കുറച്ച് നാളുകളിൽ തന്നെ റെസ്പോൺസിബിലിറ്റി വന്നു എനിക്ക്. ഞാൻ പദവിയേറ്റതിന് ശേഷം പെട്ടെന്ന് ഭൂകമ്പം സംഭവിച്ച സ്ഥലത്തോട്ട് ഞാൻ പോയി. അത് ഈ ലോകത്തും വെച്ചും തന്നെ ഒരുപാട് വലിയ ഭൂകമ്പമായിട്ടാണ് കരുതിയത്. അവിടെ ചെന്ന് നോക്കിയപ്പോൾ 7-8 മാസത്തിന് ശേഷവും ജനങ്ങൾ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നു. പിന്നെ അവിടുത്തെ അവസ്ഥയിൽ മാറ്റങ്ങളൊന്നുമില്ലായിരുന്നു. അതിനുശേഷം ഞാൻ അവിടുന്ന് തിരിച്ചു വന്നിരുന്നു. ഓഫീസർമാരുടെ കൂടെയൊക്കെ മീറ്റിംഗ് അറേഞ്ച് ചെയ്തു. അപ്പം ഞാൻ അവരോടൊക്കെ ചോദിച്ചു, ഇനി ഇതിൻ്റെ ബാക്കി പരിപാടികളൊക്കെ എങ്ങനെ ചെയ്യാൻ പോകുന്നതെന്ന്. അപ്പോൾ അവർ പറഞ്ഞത് മാർച്ച് മാസത്തിനുള്ളിൽ ഇതൊക്കെ അവസാനിക്കും, മാർച്ച് മാസത്തിൽ മറ്റേത് അവസാനിക്കും, അതാ ഇതാ എല്ലാം പറഞ്ഞു അവർ. ഞാൻ പറഞ്ഞത് നിങ്ങളുടെ തലച്ചോറിൽ ഈ ഫൈനാൻഷ്യൽ ഇയറാണ് വന്ന് നിൽക്കുന്നത്. നാട് അതിനേറ്റ പോലും ഓടത്തില്ല. ഞാൻ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തപ്പോഴും അവിടുന്ന് തന്നെയായിരുന്നു അത്. ഇതാ നോക്കിയാൽ ഈ ഫിനാൻഷ്യൽ ഇയറിൻ്റെ ഒക്കെ കണക്ക് നിങ്ങൾ അവിടുന്ന് എടുത്ത് കളയണമെന്ന് ഞാൻ പറഞ്ഞു. ജനുവരി 26 തന്നെ 1 വർഷമാകും. ലോകത്തിലുള്ള എല്ലാ പ്രസ്സും അങ്ങോട്ട് വന്നിരിക്കും. അപ്പോൾ അവർ വന്ന് നിങ്ങൾ എന്താ ചെയ്തതെന്നൊന്ന് നോക്കും. അപ്പോൾ അവരുടെ മുമ്പിൽ ബോർഡും വെച്ചോണ്ട് ഞങ്ങളുടെ മുമ്പിൽ മാറ്റം വരുമെന്ന് നിൽക്കരുത്. ഡിസംബർ അവസാനത്തിനിപ്പുറം എന്താ ചെയ്യാൻ പോകുന്നതെന്ന് എൻ്റെ അടുത്ത് പറ. എല്ലാ കാര്യവും പെട്ടെന്ന് തന്നെ തീർക്കണം. അപ്പം അധികാരികൾക്ക് ഇവൻ്റെ അടുത്ത് എന്തോ കാര്യമുണ്ടെന്ന് പിടികിട്ടി. അതിനുശേഷം ഞാൻ പറഞ്ഞത്, ഭൂകമ്പം കാരണം ബാധകപ്പെട്ട 43 ഭാഗങ്ങളും വളരെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളാണ്. ഞാൻ അധികാരികളോട് പറഞ്ഞതാണ്, നിങ്ങൾ ഓരോരുത്തരും ഓരോ ഭാഗത്തോട്ടും പോകണം. വെള്ളി, ശനി, ഞായർ ആ ഭാഗത്ത് തന്നെ നിങ്ങൾ താമസിക്കണം. ഭൂകമ്പം കാരണം ബാധകമായ ആ സ്ഥലത്ത് തിങ്കളാഴ്ച എല്ലാ ദിവസവും ഞാൻ അവിടെ ഒന്ന് ചെക്ക് ചെയ്യും. നിങ്ങൾ ഏത് ഭാഗത്തോട്ടാണോ ഈ പോകുന്നത് അതിൻ്റെ ചീഫ് മിനിസ്റ്റർ നിങ്ങളാന്ന് കരുതിക്കോണമെന്ന് ഞാൻ പറഞ്ഞേ. നിങ്ങൾ തന്നെ ചീഫ് മിനിസ്റ്റർ. ഞാൻ പറഞ്ഞത് ചെയ്തിട്ട് വരാനാ ഞാൻ പറഞ്ഞു. അവർ പോയിട്ട് തിരിച്ചു വന്നു, മീറ്റിംഗ് വെച്ചു. അവർ പറഞ്ഞു ഇതൊന്നും സംഭവിക്കാൻ ഒരു ചാൻസും ഇല്ലെന്ന്. നമ്മുടെ റൂൾസൊക്കെ അങ്ങനെയാ ഉള്ളതെന്നാ പറഞ്ഞേ. ആ റൂൾസ് ആരാ വെച്ചേന്നാ ഞാൻ ചോദിച്ചത്. ഞങ്ങൾ തന്നെ ഇട്ടെന്നും പറഞ്ഞു. എന്തേ, AC തന്നെ ഇരുന്നവരാ അവര്. നേരിട്ട് കളത്തിൽ ചെന്ന് ഇറങ്ങിയതിനു ശേഷമാണ് മനസ്സിലായത് ഗവൺമെന്റ് ഇട്ട റൂൾസ് തന്നെ ജനങ്ങൾക്കെതിരെ ആയിരുന്നുവെന്ന്. ഞാൻ പറഞ്ഞിരുന്നില്ലേ അവരായിരുന്നു ആ ഭാഗത്തിന്റെ ചീഫ് മിനിസ്റ്റർ എന്ന്. നിങ്ങൾ ചീഫ് മിനിസ്റ്റർ ആണെങ്കിൽ എന്ത് ചെയ്യൂന്ന് പറയാനായിട്ടാണ് ഞാൻ പറഞ്ഞേ. അതിനുശേഷം അവരെല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷനും മാറ്റി നമ്മൾ പ്രാക്ടിക്കലായിട്ട് നടന്നിരിക്കണമെന്ന് അവർ മനസ്സിലാക്കി. അതിനുശേഷം ശരിക്കും ഡിസംബർ അവസാനത്തിന് ശേഷം ഒരു നല്ല പരിപാടി തന്നെ നടന്നിരുന്നു. അതിനുശേഷം ജനുവരിയിൽ ഞാൻ ഡൽഹിക്ക് എത്തിയിട്ട് പ്രസ് കോൺഫറൻസ് കൊടുത്തിരുന്നു. ഞാൻ ഡൽഹിക്ക് ലോകമെമ്പാടുമുള്ള കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന എല്ലാവരും വിളിച്ചിരുന്നു. കാരണം അന്ന് എല്ലാ നാടുകളിൽ നിന്നും ഗുജറാത്തിന് ഹെൽപ്പ് ചെയ്തിരുന്നല്ലോ. ജനുവരി 22 തീയതി തൊട്ട് ലോകമെമ്പാടുമുള്ള എല്ലാ മീഡിയ ഇവിടെ വന്നു. നിങ്ങൾ അന്നത്തെ ന്യൂസ് എടുത്ത് കാണണം. അഭിനന്ദനങ്ങളല്ലാണ്ട് വേറെ ഒന്നുമില്ല. മുഴുവൻ അഭിനന്ദനങ്ങളാണ്. ഭരണവും അത് തന്നെയാണ്, രാഷ്ട്രീയവും അത് തന്നെയാണ്, വിധിമുറകളും അത് തന്നെയാണ്. അത് കഴിഞ്ഞ് ഞാനിവിടെ വന്നതിന് ശേഷം ഞാൻ എന്താ ചെയ്തതെന്നുള്ളത് ഞാൻ പറയാം.
എല്ലാ ആളുകളുടെ ഒപ്പവും ഞാൻ മീറ്റിംഗ് വെച്ചു. എല്ലാരും വലിയ വലിയ ഓഫീസേഴ്സാ. എന്നെപ്പോലെ 100ഓളം ഉള്ള നേതാക്കന്മാരെ കണ്ടവരാ അവര്. ചിലരൊക്കെ 3-4 പ്രധാനമന്ത്രികളെയും കണ്ടതാണവര്. അവർക്ക് ഇതൊക്കെ വെറും സാധാരണ കാര്യമാ. ഇതാണ് സത്യവും. അതുകൊണ്ടാ ഞാൻ മീറ്റിംഗ് ഇട്ടെ. നമ്മളൊരു പണിയെടുക്കണമെന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾ മൊസൂറിയിൽ ട്രെയിനിങ് കഴിഞ്ഞിട്ട് പുറത്ത് വന്നപ്പോൾ ആദ്യമായിട്ട് പോസ്റ്റിംഗ് കിട്ടിയ സ്ഥലം, IAS ഓഫീസറായിട്ട് ആ സ്ഥലത്തോട്ട് തന്നെ തിരിച്ചു പോകൂന്നാണ് ഞാൻ പറഞ്ഞത്. അതായിട്ട് ആദ്യമായിട്ട് അവർക്ക് പോസ്റ്റിംഗ് കിട്ടിയ സ്ഥലമാണത്. അവരയച്ച സ്ഥലം ചിലപ്പോൾ ഒരു ചെറിയ ഏരിയ ആയിരിക്കാം. ഞാൻ പറഞ്ഞത് നിങ്ങൾ ആ സ്ഥലത്ത് തന്നെ പോകണം, ആ നാട്ടിലോട്ട് തന്നെ പോകണം. പറ്റുമെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലുള്ളവരെയും വിളിച്ചോണ്ട് പോക്കോ. അപ്പം നിങ്ങൾ എവിടെ താമസിക്കും, ഓഫീസൊക്കെ എങ്ങനെ ഇരുന്നു, ആ നാടെങ്ങനെ ഉണ്ടായിരുന്നു, അതെല്ലാം നിങ്ങളുടെ കുടുംബത്തിലുള്ളവർക്ക് കാണിച്ചു കൊടുക്കണം. ചിലവൊക്കെ ഗവൺമെന്റ് നോക്കിയോളൂ. അതിനുശേഷം നിങ്ങൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞാൽ മതി. നിങ്ങൾ ആ അവസ്ഥയിൽ നിന്ന് ഇങ്ങോട്ട് വന്ന് നിങ്ങൾ ഇട്ടേച്ച് വന്ന ആ സ്ഥലം എങ്ങനെയാണെന്ന് പറയാം. അതിനുശേഷം ഞാൻ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കണമെന്നുള്ള ആവശ്യമില്ല. എല്ലാവരും വന്ന് സാർ ഞങ്ങളുടെ കണ്ണ് തുറന്നു പോയെന്ന് പറഞ്ഞു. 30 വർഷത്തിന് ശേഷം ഞങ്ങൾ പോയ സ്ഥലം ഇപ്പോഴും അതുപോലെ തന്നെയാ ഉള്ളേ. പക്ഷെ ഞങ്ങളുടെ ജീവിതം മാറിപ്പോയി, ഞങ്ങളുടെ പിള്ളേരൊക്കെ മുന്നേറി വന്ന്. പക്ഷെ നാടിപ്പോഴും അങ്ങനെയാ. ഞാൻ ചോദിച്ചു, അപ്പൊ ഈ നിബന്ധനകൾ നടത്തിയതാരാ? അവർക്ക് ഞാൻ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കൊടുത്തു. അവരെ ഞാൻ മോട്ടിവേറ്റ് ചെയ്തു. അതുകൊണ്ടാണ് രാഷ്ട്രീയം അത് തന്നെയാ, സർക്കാരും അത് തന്നെയാ, എല്ലാം അത് തന്നെയാ, എല്ലാം മൊത്തം ഓഫീസറും. പക്ഷേ പ്രവർത്തികൾ കുറച്ച് മാറ്റിയാൽ അവസ്ഥ മുഴുവനും മാറ്റാൻ കഴിയും. അതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡൽഹിയിലുള്ള ഓഫീസർമാർക്ക് എന്നെക്കുറിച്ചുള്ള ഒരു അനുഭവം കിട്ടിയിരുന്നു. പ്രധാനമന്ത്രി ജൻധൻ സ്കീം കൊണ്ടുവന്നപ്പോൾ അപ്പം ഞാൻ തീരുമാനിച്ചതായിരുന്നു, ബാങ്കൊക്കെ നാഷണലൈസ് ആക്കിയിരുന്നു. പാവപ്പെട്ടവർക്ക് വേണ്ടി ബാങ്കുകൾ തുറന്നിരിക്കട്ടെ എന്നുള്ളതിൽ. ഇന്ദിരാ അവർ സംസാരിച്ചത് കേട്ടു നോക്കണം. ഒരു രാത്രി തന്നെ എല്ലാ ബാങ്കുകളും ജപ്തി ചെയ്തു കഴിഞ്ഞു. പക്ഷെ ഞാനിവിടെ നോക്കുമ്പോൾ നാട്ടിൽ 50% ജനങ്ങളും ബാങ്കിന്റെ കതവ് പോലും കണ്ടിട്ടില്ല. അവരൊക്കെ ആരാ? SC, ST, OBC സമൂഹത്തിലുള്ളവരാണ്. ഓരോരുത്തർക്കും ബാങ്കിൽ അക്കൗണ്ട് വേണമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ബാങ്കിലുള്ളവർ പറഞ്ഞത് കുറച്ചെങ്കിലും തുക ഇട്ട് വെച്ചിരിക്കണം, ഫ്രീ ആയിട്ടിരിക്കരുതെന്ന്. പൈസ ഇല്ലാണ്ട് എങ്ങനെയാ തുറക്കുന്നതെന്ന് ചോദിച്ചു. പിന്നീട് സ്റ്റേഷനറിക്ക് ചിലവാകുമെന്നും പറഞ്ഞു. ഞാൻ പറഞ്ഞത് ആ ചിലവൊക്കെ ഗവൺമെന്റ് തന്നെ നോക്കിയോളും, പക്ഷെ എനിക്ക് അക്കൗണ്ട് തുറന്നിരിക്കണമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞത് ആദ്യം വരുന്ന അവർക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കൊടുക്കാമെന്ന്. ഞാൻ പറഞ്ഞത് പോയി അന്വേഷിക്കണം, നിങ്ങൾ പോയി അന്വേഷിക്കണം. ആർക്കൊക്കെ അക്കൗണ്ട് ഇല്ലയോ അവരെ പോയി നിങ്ങൾ വിളിച്ചോണ്ട് വരണം എന്നാ ഞാൻ പറഞ്ഞു. ഇങ്ങനെ എല്ലാ കാര്യവും ഞാൻ പറഞ്ഞു കൊടുത്തു. അപ്പോൾ അരുൺ ജെയ്റ്റ്ലി അദ്ദേഹം ഫൈനാൻസ് മിനിസ്റ്റർ ആയിരുന്നു. അദ്ദേഹം വളർന്നതൊക്കെ ഇവിടെയാ. പക്ഷേ അതിനുശേഷം അദ്ദേഹത്തിന്റെ അവസ്ഥയൊക്കെ മാറിയോ അല്ലാണ്ട് അങ്ങനെ. അദ്ദേഹം ചോദിച്ചത് ഇത്രത്തോളം ചെയ്യണോ മോദിജി എന്നാണ്. അപ്പം ഞാൻ പറഞ്ഞില്ല, ആഴ്ചയിൽ ഒരു മീറ്റിംഗ് ഞാൻ അങ്ങോട്ട് വെച്ചേക്കാന്ന്. നിങ്ങളും അതിൽ വന്ന് ഇരുന്നിരിക്കണം. ഓരോ ആഴ്ചയും 30-40ഓളം ഓഫീസർമാരെ വിളിക്കും. ഇന്ന് എത്രത്തോളം അക്കൗണ്ട് ഓപ്പൺ ചെയ്തെന്ന് ഞാൻ ചോദിക്കും. ഏത് ബാങ്കിൽ എത്ര അക്കൗണ്ട് തുറന്നു? പ്രൈം മിനിസ്റ്റർ ഇത്രത്തോളം ചെയ്യുന്നു എന്ന് അവർ ആശ്ചര്യച്ചു പോയി. ഈ പ്രൈം മിനിസ്റ്റർ ഇങ്ങനെയാ. അപ്പോഴാണ് ഇന്ത്യ രാഷ്ട്രീയത്തിലുള്ള അധികാരിമാർക്കൊക്കെ മനസ്സിലായത് പണിയെടുക്കുന്ന സർക്കാർ ഇതാണെന്ന്. അതിനുശേഷം ഞാൻ ബാങ്ക് ഓഫീസർമാരോടൊന്നും സംസാരിച്ചിട്ടില്ല. ഞാൻ ഓരോ ബ്രാഞ്ചിലോട്ടും ഫോൺ വിളിക്കും. നിങ്ങളുടെ സ്ഥാപനത്തിൽ മാത്രം എന്തുകൊണ്ടാണ് സ്ലോ ആയിട്ട് പോകുന്നതെന്ന് ചോദിക്കും. എവിടെയെങ്കിലും നല്ല പണിയുണ്ടെങ്കിൽ അവിടെ വിളിച്ച് നല്ലത് പറയും. നിങ്ങളുടെ ഭാഗത്ത് എല്ലാവർക്കും അക്കൗണ്ട് ഓപ്പൺ ചെയ്തില്ല, അതെങ്ങനെയാണെന്ന് ചോദിക്കും. അതെങ്ങനെ? അതിനുവേണ്ടി ഏകദേശം 3 മാസത്തോളം ഞാൻ കഷ്ടപ്പെട്ടു. ഇന്ന് എനിക്കതിൽ ഒരുപാട് സന്തോഷമാണ്. ഇന്ന് എൻ്റെ നാട്ടിലുള്ള ഓരോ ജനങ്ങൾക്കും ഒരു അക്കൗണ്ട് ഉണ്ട് ഇവിടെ. അതുകൊണ്ടാണ് ഇന്ന് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ എളുപ്പത്തിൽ നടക്കുന്നത്. അത് മാത്രം നടക്കാണ്ടിരുന്നിരുന്നാൽ ഇതിനു മുന്നേ ഞാൻ അക്കൗണ്ട് തുറക്കാൻ പറയുമ്പോൾ എല്ലാവരും ആലോചിച്ചിരിക്കും, ഈ മോഡിയുടെ തലയ്ക്ക് എന്തോ പറ്റി ആരോ എന്തോ കയറ്റിയെന്ന്. പക്ഷെ മോദിയുടെ കണക്ക് എത്രത്തോളം നീളമെന്ന് ആർക്കും അറിയത്തില്ല. അപ്പോൾ വെറും ബാങ്ക് അക്കൗണ്ട് മാത്രമേ തുറന്നിട്ടുള്ളൂ. ഇന്ന് ആ കണക്ക് മൂലം തന്നെ അവരുടെ ജീവിതം ഞാൻ മാറ്റുന്നുണ്ട്. ഇന്ന് ലക്ഷക്കണക്കിനുള്ള കോടി രൂപ അവരുടെ അക്കൗണ്ടിൽ കിടപ്പുണ്ട്. ഒരു കാലത്തിലൊക്കെ ഈ വീട്ടിലുള്ള ജാറിലൊക്കെ പൈസ ഒളിച്ചു വെക്കും ഇങ്ങനെ. ചില സമയം ഭർത്താവിന്റെ കള്ളുകൂടി കാരണം ഡൽഹി സർക്കാർ അതങ്ങോട്ട് കൂട്ടിക്കെടുത്തു എന്നുള്ളൊരു പേരില്ല. പണം എവിടെ വെച്ചാലും അത് എടുത്തുകൊണ്ട് പോയേക്കും. ഞാൻ ഒരുപാട് പേരുടെ ജീവിതമാണ് രക്ഷിച്ചിരിക്കുന്നത്. അവര് നല്ല കാര്യമല്ലേ ചെയ്ത്? ഒരു ബോട്ടിൽ വാങ്ങിക്കുമ്പോൾ മറ്റൊരു ബോട്ടിൽ ഫ്രീ. കാരണം ഓരോ ബോട്ടിലിനും അവർക്ക് കമ്മീഷൻ കിട്ടും. കറപ്ഷൻ തന്നെ ബോട്ടിലാണ് ഉള്ളത്. അതുകൊണ്ട് ഫ്രീ ആയിട്ട് കൊടുത്താൽ പോലും കമ്മീഷൻ തീർച്ചയായിട്ടും കിട്ടും.
പക്ഷെ അവരെന്താ പറയുന്നത് വെച്ചാൽ മറ്റ് സ്ഥലങ്ങളിലെല്ലാം പണം കെട്ടായിട്ട് കിട്ടുന്നു, അവരുടെ അടുത്ത് ഒരു ചില്ലിക്കാശ് പോലും കിട്ടുന്നില്ല. അവരിതിനു മുമ്പ് അധികാരത്തിലുണ്ടായിരുന്നത് കൊണ്ട് സർക്കാർ എങ്ങനെയാ നിയമപ്രകാരം നടക്കുന്നതെന്ന് അറിയാം. വഴിയൊക്കെ മുന്നേ കൂട്ടി മൂടിയിരിക്കും. അതായത് അനുഭവമുള്ള കള്ളനല്ലേ, അതിനെക്കുറിച്ച് എല്ലാം അറിയാലോ. സർക്കാരിലുണ്ടായിരുന്ന ഓഫീസറിന് നന്നായി അറിയാം ED എങ്ങനെയാ പോകുന്നേ, CBI എങ്ങനെ വരുന്നേ. അതിനേറ്റ പോലെ എല്ലാം തയ്യാർ ചെയ്ത് വയ്ക്കുക, എന്നിട്ട് പ്രശ്നം വരത്തില്ല എന്നും വിചാരിച്ചിരിക്കും. അങ്ങനെ ആലോചിച്ചിരിക്കുന്നത് അവര്. ഇപ്പൊ നിങ്ങളുണ്ടല്ലോ, ഇപ്പൊ നിങ്ങളുടെ ഒരു അനുഭവത്തിൽ എത്ര വർഷത്തെ രാഷ്ട്രീയ നേതാവായാലും അവരെ നിങ്ങൾ എളുപ്പത്തിൽ കണ്ടുപിടിച്ചേക്കും.